കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുൻപാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. അദ്ദേഹം ഇപ്പോൾ അശ്വിനി ആശുപത്രിയിലേക്കുള്ള യാത്രയിലാണ്. കഴിഞ്ഞ ദിവസം പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി BJP പ്രവർത്തകരുണ്ട്. അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അശ്വിനി ആശുപത്രിയിലാണ്. അവരെ സന്ദർശിക്കാനാണ് അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം അവിടെ എത്തിച്ചേരും. അരുൺ ആലത്തൂരാണ് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, BJP പ്രവർത്തകർ ഊഷ്മളമായ സ്വീകരണമാണ് സുരേഷ് ഗോപിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ BJP പ്രവർത്തകരെ സന്ദർശിക്കാൻ, അവരെ ആശ്വസിപ്പിക്കാനായി ആശുപത്രിയിലേക്കുള്ള യാത്രയിലാണ്. എത്ര സമയത്തിനുള്ളിൽ അദ്ദേഹം എത്തിച്ചേരുമെന്ന് നമുക്ക് പറയാം അരുൺ? രാഖി, ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിലെ അശ്വിനി ആശുപത്രിയിലേക്ക് എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലീസിൻ്റെ നരനായാട്ടിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന BJP നേതാക്കൾ, അവരെ കാണുന്നതിന് വേണ്ടിയാണ് കേന്ദ്രമന്ത്രി എത്തുന്നത്. BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷനായ ജസ്റ്റിൻ ജേക്കബ്, അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗമായ പ്രദീപ് കുമാർ, അതുപോലെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ PK ബാബു, അതുപോലെ ഉല്ലാസ് ബാബു, അജിത് മൂത്തേരി തുടങ്ങിയവരാണ് ഇവിടെ ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ വലിയ രീതിയിലാണ് ഇവർക്കൊക്കെ പരിക്കേറ്റിട്ടുള്ളത്. ഇപ്പോൾ BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ കാര്യമായിട്ട് തന്നെ പരിക്കേൽക്കുകയുണ്ടായില്ല ഇന്നലെ. പാർട്ടി സമാധാനപരമായി നടത്തിയ ഒരു പ്രകടനത്തെ പോലീസ് അകാരണമായി ആക്രമിക്കുകയായിരുന്നു. പോലീസ് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് CPM-നോടൊപ്പം ചേർന്ന് BJPയുടെ സഹപ്രവർത്തകരെ ആക്രമിക്കുകയാണ് ചെയ്തത്. ഞാനുൾപ്പെടെയുള്ള നിരവധി സഹപ്രവർത്തകർക്ക് പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതുതന്നെയാണ് ഈ സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ ജില്ലാ ജനറൽ സെക്രട്ടറിയെ നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിനാണ് ഏറ്റവും അധികം, ഈ ജില്ലാ ജനറൽ സെക്രട്ടറിക്കാണ് ഏറ്റവും അധികം പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. എത്ര സ്റ്റിച്ച് ഉണ്ട്, എന്താണ്? ഇന്നലെ മാർബിൾ കഷ്ണത്തോണ്ടാണ് അവർ നടത്തിയത് CPM-ൻ്റെ ഗുണ്ടകൾ. ആ പാർട്ടി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് കരിയോയിൽ ഒഴിച്ച സമയത്ത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി മാർച്ച് നടത്തിയിരുന്നു. കരുതി കുട്ടികൾ ആസൂത്രണമായിട്ടുള്ളൊരു അവരുടെ ഒരു ആക്രമണമായിരുന്നു. മുറിവ് കാര്യമായിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. BJPയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ ഉല്ലാസ് ബാബു, അദ്ദേഹം കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൈക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. തീർത്തും സമാധാനപരമായി നടന്നൊരു പ്രതിഷേധം, അതിനെ വലിയ രീതിയിൽ ആക്രമിക്കാനായിരുന്നു പോലീസിൻ്റെയും ശ്രമം, ഈ CPM ഗുണ്ടകളുടെയും ശ്രമമല്ലേ? അല്ലെ, സ്വാഭാവികമായിട്ട് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം അംഗീകരിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും തയ്യാറാകണമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആദ്യം എടുക്കേണ്ട ഒരു ഡിസിഷൻ എന്ന് പറയപ്പെടുന്നത്. അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കി സുരേഷ് ഗോപിയെ കരിവാരിത്തേക്കണമെന്നുള്ള അജണ്ടയോടുകൂടി MP ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും കരിയോയിൽ പ്രയോഗം നടത്തുകയും ചെയ്യുന്നത് വഴി അതിന് പോലീസിൻ്റെ സഹായവും പോലീസിൻ്റെ കൂട്ടുമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ BJP എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്താ ചെയ്യുക? പ്രതിഷേധിക്കും, ഒരു സംശയമില്ലല്ലോ. പ്രതിഷേധിക്കുന്ന സമയത്ത് അപ്പുറത്തെ രാഷ്ട്രീയ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലും അതുപോലെ തന്നെ എന്താ പറയുക, വടി, സോഡാ കുപ്പി, ഇത് കാര്യങ്ങളൊക്കെ എടുത്തെറിയുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. BJP ശക്തമായി പ്രതിഷേധിക്കും. ഏതായാലും ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം ഈ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ആശുപത്രിയിലേക്ക് ഇപ്പോൾ ഈ നേതാക്കളെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഈ അമല ആശുപത്രിയിലെ വാർഡിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഏതായാലും കേന്ദ്രമന്ത്രി ഒരു 9:30 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകർ ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. ആ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ തൃശ്ശൂർ അശ്വിനി ആശുപത്രിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരിട്ട് എത്തിയിരിക്കുകയാണ്. പോലീസ് ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം നിരവധി BJP പ്രവർത്തകർക്ക്, BJP നേതാക്കൾക്കൊക്കെ തന്നെ പരിക്കേറ്റിരുന്നു. അവരെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കാനും അവരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്താനും കേന്ദ്രമന്ത്രി തൃശ്ശൂരിലെ അശ്വിനി ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്ന വാർഡുകളിലേക്ക് അദ്ദേഹം നേരിട്ടെത്തി അവരെ നേരിട്ട് കണ്ട് സംവദിക്കാനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആംബിയൻസ് ജസ്റ്റിൻ ജേക്കബിനെ കണ്ട് പരിക്കിൻ്റെ സ്വഭാവം എങ്ങനെയാണ്
അതുകൂടാതെ നമ്മുടെ ആശ്വാനിക്ക് ചോദിച്ചറിയുകയാണ് സുരേഷ് ഗോപി ഇതിനുശേഷം അദ്ദേഹത്തിന്റെ ഇന്നലെ അവിടെയായിരുന്നു ഈ കരുവീഴ്ചകളും അടക്കം ഉണ്ടായത്. അതുപോലെ തന്നെ ഓഫീസിലെത്തിയാണ് പറയുന്നത്. അവിടെയും വലിയ പ്രവർത്തകർ ചിങ്ങം 1-ന് തൃശ്ശൂരിലെ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന തീയതി പ്രകാരം പ്രവർത്തകരെയും നേതാക്കളെയും അറിയിക്കുന്നത് ചിങ്ങമാസം ഇവിടെ എത്തും. ചിങ്ങം 1-ാം തീയതി അദ്ദേഹം അറിയിക്കുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായി ഉണ്ടായ രാഷ്ട്രീയ എന്തടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടായി എന്നുള്ളത് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനുള്ള ഇന്ത്യയിലെ ഏത് ഭാഗത്തും വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ആദ്യം ചെയ്യുമ്പോൾ ഈ സംഭവത്തിൽ പരിക്ക് പറ്റിയ പ്രവർത്തകരെ ആദ്യം കാണുന്നു. വീണ്ടും സിറ്റി പോലീസ് നടക്കുന്ന മാർച്ചിലും പങ്കെടുക്കും. ഇപ്പോൾ ഓരോ പ്രവർത്തകരോടും വലിയ രീതിയിൽ അങ്ങോട്ട് ഇറങ്ങൂ ബാക്ക് പോവും താഴേക്ക്